എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നാടൻ രുചിയിലുള്ള ഒരു തോരൻ്റെയും ഒഴിച്ചുകറിയുടെയും റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ലഞ്ച് മെനു ആവശ്യപ്പെട്ട് ഒത്തിരി കമൻറ്റ് കിട്ടാറുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു 2 സിമ്പിളായിട്ടുള്ള ഒരു തോരനും ഒഴിച്ചുകറിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചക്കക്കുരുവും മാങ്ങയും കൂടിയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ്. അപ്പോൾ ഈ കറി വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അതുപോലെ ചക്കക്കുരുവൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. നമ്മളെ വീട്ടിലുണ്ടായ മാങ്ങയാണിത്. ഒരു പുളിയുള്ള ഒരു ചെറിയൊരു മാങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചക്കക്കുരു 2 പിടി തൊലി കളഞ്ഞ് ആ ബ്രൗൺ ഭാഗം കളയണമെന്നില്ല, അതെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ഒരു ചട്ടിയിലിട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വേവിക്കാൻ നേരത്ത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചക്കക്കുരുവിലേക്ക് നന്നായിട്ട് കളറൊക്കെ വരും. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ചെറുതീയിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം വേണം, അല്ലെങ്കിൽ ചക്കക്കുരു അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ചക്കക്കുരു ഒരു പകുതി വേവായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു മാങ്ങ തൊലി ചെത്തിയിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ചേർക്കാം. തൊലി മൊത്തത്തിൽ ചെത്തി കളയണമെന്നില്ല, കുറച്ചതിൽ വെച്ചിരിക്കണം. അപ്പോൾ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഇനി മാങ്ങ വേവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മാങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അടച്ചു വെച്ച് നമുക്ക് മാങ്ങ വേവിക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 മുറി തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എത്രത്തോളം കറി വേണമെന്നുണ്ടോ അത്രത്തോളം തേങ്ങ എടുക്കുക. തേങ്ങയിലേക്ക് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കില്ല. ഇനി നമ്മൾ ഇതിനൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉലുവാപ്പൊടി, അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടില്ല, ചെറിയ ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതേ സമയം നമ്മുടെ ചക്കക്കുരു മാങ്ങയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പ് ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മുരിങ്ങയ്ക്ക ഉണ്ടെങ്കിൽ മുരിങ്ങയ്ക്കയും ചേർക്കാവുന്നതാണ്. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ചേർക്കാവുന്നതാണ്. ഈ കറി നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഒന്നുകൂടെ കുറുകും, അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. അടച്ച് വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഇളക്കിയിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കാം. അതിനുശേഷം നമുക്കിത് അടച്ച് മാറ്റി വെക്കാം. ഇനി നമ്മൾ കടുക് താളിക്കാനായിട്ടുള്ള ഒരു പാത്രം നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് വട്ടത്തിലരിഞ്ഞ ചെറിയ ഉള്ളി ചേർക്കാം. ചെറിയ ഉള്ളി എത്ര വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അത് ചേർക്കുമ്പോഴാണ് ഈ കടുക് താളിക്കലിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ചെറിയ ഉള്ളി ഒന്ന് മൂക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 വറ്റൽ മുളകും കൂടെ ചേർക്കാം. വറ്റൽ മുളക് നിങ്ങൾക്ക് മുറിച്ചോ മുറിക്കാതെയോ ഒക്കെ ഇടാവുന്നതാണ്. ഇനി ഇതിലേക്ക് നല്ല പച്ചക്കറിവേപ്പില. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിക്കാം. കറിയിലേക്ക് ഒഴിക്കുന്ന പടി തന്നെ നമ്മളിത് ഇളക്കരുത്. ഒന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴാണ് കറി ഇളക്കി എടുക്കേണ്ടത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ചക്കക്കുരുവും അതുപോലെ തന്നെ വാഴക്കൂമ്പും കൊണ്ടുള്ള ഒരു അടിപൊളി തോരനാണ്. വാഴക്കൂമ്പും ചക്കക്കുരുവും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഒരു കപ്പ് ചക്കക്കുരു പൊടിയായിട്ട് അരിഞ്ഞത്. നമ്മൾ കറി ഉണ്ടാക്കിയപ്പോൾ കുറച്ച് വലുതായിട്ടാണ് അരിഞ്ഞത്. തോരൻ വെക്കുമ്പോൾ കനം കുറച്ച് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുക. കട്ടിംഗ് ബോർഡിലൊക്കെ വെച്ച് അരിയാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ ചക്കക്കുരു എടുക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ ബ്രൗൺ ഭാഗം കളയാതെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ചക്കക്കുരു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ചെറുതീയിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേവിക്കാനായിട്ട് വെക്കുമ്പോൾ അടിയിൽ പിടിക്കാതെ സൂക്ഷിക്കണം. സ്റ്റീലിൻ്റെ പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർക്കാം. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് ചേർക്കാം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് ചെറുതീയിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. വേവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിക്കാവുന്നതാണ്. അപ്പോൾ അത് അടച്ചു വെച്ച് അവിടെ വേവിക്കാം. ഇനി ഇതേ സമയം നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 മുറി തേങ്ങ ചിരകിയതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. പിന്നെ തോരൽ നമ്മൾ ചെയ്യുന്നത് വെളുത്തുള്ളി അല്ലികളാണ്. 3-4 വെളുത്തുള്ളി അല്ലിയും കൂടെ ഇട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് പച്ചമുളകും ക്രഷ് ചെയ്ത് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് കടുക് വറക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ചീനിച്ചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ വാഴക്കൂമ്പും ചക്കക്കുരും കൂടെയാണ്
തോരൻ വെക്കുന്നത്. വാഴക്കൂമ്പ് നമ്മൾ പൊടിയായിട്ട് കൊത്തി അരിഞ്ഞതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇട്ട്. അപ്പോൾ അത് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ കര കളഞ്ഞിട്ടാണ് നമ്മൾ തോരനാക്കുന്നത്. അപ്പോൾ കടുക് ഇട്ട് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ സാധാ കടുക് വറുക്കുന്ന പോലെ തന്നെ ഉള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിക്കാം. അത് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് ഇതിലേക്ക് ചേർക്കാം. വാഴക്കൂമ്പിൽ ചെറിയൊരു കറ ഉണ്ടാകും. അപ്പോൾ ആ ഒരു കറ ഇല്ലാതാകാനാണ് നമ്മളത് ഉപ്പും വെളിച്ചെണ്ണയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളിതിന് മുൻപൊരു വാഴപ്പിണ്ടിയുടെ തോരൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ വാഴക്കൂമ്പിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മളിത് വേവിക്കാൻ നേരത്ത് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ വാഴക്കൂമ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിന് മുകളിലായിട്ടൊന്ന് നിരത്തി കൊടുക്കുക. അരപ്പ് നിരത്തിയിട്ട് ഉടനെ തന്നെ ഇത് ഇളക്കരുത്, അടച്ചു വെച്ച് വീണ്ടും നമുക്കിതൊന്ന് അരപ്പിൻ്റെ പച്ചമണം മാറാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അരപ്പിലേക്കൊക്കെ ആവി കയറി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചിക്കി തോത്തിയെടുക്കാം. നല്ലതായിട്ട് തീ കൂട്ടി വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇതിങ്ങനെ അരപ്പിൻ്റെ പച്ചമണം മാറിയിട്ടാണ് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ചക്കക്കുരും കൂടി ഇനി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പല കോമ്പിനേഷൻ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. വാഴക്കൂമ്പ് വെച്ചിട്ട് വാഴക്കൂമ്പും ചെറുപയറും ട്രൈ ചെയ്യാം. ഇനി ചക്കക്കുരു നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ചെറുപയറോ വൻപയറോ നിങ്ങൾക്ക് പരിപ്പോ ഏത് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ചക്കക്കുരു ഇതിലേക്ക് ചേർക്കാം. ചക്കക്കുരുവിടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒരു കോമ്പിനേഷനിൽ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ ഈ 2 കറികളും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ നമ്മൾ ഇതിന് മുൻപിട്ട ലഞ്ച് റെസിപ്പീസ് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കുക. നമ്മൾ ലഞ്ച് റെസിപ്പീസിന് വേണ്ടിയിട്ട് ഒരു പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിൽ പിൻ ചെയ്തും വെക്കാം. അപ്പോൾ അതും നോക്കിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്